എന്തൊക്കെയാണ് വിളിച്ച് കൂവിക്കൊണ്ട് നടക്കുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാരും കൊള്ളാം, ഭരിക്കാത്ത ആൾക്കാരും കൊള്ളാം. ഒരാൾ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ പോയിട്ട് അവിടെ സ്റ്റേജിലിരുന്നിട്ട് ഭാരത് മാതാക്കി ജയ് അറ്റൻഷൻ സീക്കിങ് പരിപാടിയൊക്കെ ചെയ്തെന്ന് വെച്ചോ. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഒരു ഒന്നൊന്നര സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഇവിടെ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ഇത് ട്രെയിലർ പിക്ചർ അഭി ബാക്കിയാ ബായി പുള്ളി തന്നെ പറഞ്ഞാന്ന് തോന്നുന്നു. ഈ നരേന്ദ്രമോദി സാറിനെ വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖം ആ പോർട്ടിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അത് മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദാനിയാണ് അവിടെ നിൽക്കുന്നത്. അദാനിയാണ് 2000 കോടിയോ 3000 കോടി എങ്ങാണ്ട് എന്തോ ഭയങ്കര ഷെയറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. കേരള സർക്കാർ 5000 കോടി ഇടുന്നു, അല്ല 3000 കോടി ഇടുന്നു, ഇവർ 2000 കോടി ഇടുന്നു, സംസ്ഥാനം സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഫിഗറൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ ആയാലും അദാനി എന്ന് പറയുന്ന ഒരാൾ അവിടെ നിൽപ്പുണ്ടെങ്കിൽ, അദാനിയാണ് മെയിൻ ഇൻവെസ്റ്റർ എങ്കിൽ, പിന്നെ നരേന്ദ്രമോദി സാർ അല്ലാതെ ആരെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോൾ ശശി തരൂരിനെ അദാനി സാറ് വിളിക്കാൻ പറയൂ. എന്താ ഇത്? എന്തൊക്കെയാണ് വിളിച്ച് കൂവിക്കൊണ്ട് നടക്കുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാരും കൊള്ളാം, ഭരിക്കാത്ത ആൾക്കാരും കൊള്ളാം. ഒരാൾ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ പോയിട്ട് അവിടെ സ്റ്റേജിലിരുന്നിട്ട് ഭാരത് മാതാക്കി ജയ് അറ്റൻഷൻ സീക്കിങ് പരിപാടിയൊക്കെ ചെയ്തെന്ന് വെച്ചോ. പക്ഷേ അപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് പോയി ബ്രിട്ടാസ് ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രിട്ടാസും സുരേഷ് ഗോപി സാറും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നു. കൊള്ളാമല്ലേ, നമ്മളന്ന് അവിടെ അടിയിട്ടത് വൈറലായുടെ ഇടയി നിനക്കെത്ര കിട്ടിയടേ, ഇടയി നിനക്കെത്ര കിട്ടി എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും കൂടെ നല്ല കൂളായിട്ട് നടന്നു പോകും. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരുപാട് ഈ അണികൾ എന്ന് പറയുന്ന, അതായത് ഒരു സാധാരണ ഒരു രാഷ്ട്രീയത്തിൽ സാധാരണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനുണ്ടല്ലോ, ഇയാളൊക്കെ മനസ്സിലാക്കാത്ത കാര്യം ഇതൊക്കെയാണ്. ഇയാളൊക്കെ ഇത് മനസ്സിലാക്കി വരുമ്പോൾ ഒരുപാട് സമയമാവും, ഒരുപാട് കാലം കഴിയും. പിന്നെ ഇയാൾക്ക് ജോലിയും കാര്യങ്ങളൊന്നും കിട്ടാതെ വരും. ഉള്ള കാശൊക്കെ ഇയാൾ മറ്റേ രാഷ്ട്രീയം കളിച്ച് കളയുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളിലും രാഷ്ട്രീയം കാരണം തൊലഞ്ഞു പോകുന്ന കുറേ ഈ യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മറ്റേ രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര കാശുകാരനാണ്. 500 കോടി കൊടുത്താണ് ഈ മറ്റേ പോസ്റ്റിംഗ് കിട്ടിയെന്നൊക്കെ വെച്ച് തള്ളുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റിലെ ആൾക്കാർ. അപ്പോൾ അയാൾ 500 കോടി കൊടുത്ത് കിട്ടിയാലും 1000 കോടി കൊടുത്ത് കിട്ടിയാലും ഇപ്പോൾ അവർക്ക് വേണേൽ തിരിച്ച് ചോദിക്കാമല്ലോ. ഇപ്പോൾ പിണറായി സാറിന് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഇയാൾക്ക് എങ്ങനെ കിട്ടി എന്നൊക്കെ അവർക്ക് വേണേൽ തിരിച്ച് ചോദിക്കാമല്ലോ. കാരണം നമ്മുടെ ചരിത്രവും അത്രയും ക്ലിയർ ഒന്നല്ലല്ലോ. പിന്നെ അതിനകത്ത് നോക്കേണ്ട ഒരു വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഈ പഴയ കാര്യങ്ങൾ എടുത്തു വെച്ചാണ് സംസാരിക്കുന്നത്. ഈ നമ്മുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തീവ്രവാദ ആക്രമണം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പേ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മറ്റേ ടോക്ക് ഇതൊക്കെ ഇവർക്ക് എങ്ങനെ കിട്ടുന്നു, സീമാ സുരക്ഷ, അതായത് ബോർഡർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലല്ലേ എന്നൊക്കെ പുള്ളി ചോദിച്ചായിരുന്നു. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ അതിനെ തിരിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെ ഈ തീവ്രവാദികൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അത് പിന്നെ അന്ന് ആ ഒരു ഫ്ലോയിൽ അടിച്ചു വിട്ടതാ. അന്ന് അത് വിശ്വസിച്ച് കോൺഗ്രസ്സിനെ തെറ്റുകാരാണെന്ന് വിശ്വസിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതെ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഖേദം ഇന്നും നിങ്ങൾക്ക് ഉണ്ടാവും മനസ്സിൽ. അഥവാ അത് നിങ്ങൾ മറന്നുപോയോന്നറിയില്ല. അതാണ് സാധാരണ നമ്മുടെ ആൾക്കാർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. സുരേഷ് ഗോപിയുടെയും കാര്യം ഞാൻ പറഞ്ഞത് ഭയങ്കര ചർച്ച, ഭയങ്കര ഇതായിരുന്നു. പല സ്ഥലങ്ങളും മറ്റു പലതും പൊള്ളിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പുള്ളി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്രിട്ടാസ് എന്തോ പത്രക്കാരുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഭയങ്കര ഒരു ഭയങ്കര ഒരു ജോഷിലാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് വെച്ചു. പിന്നെ ഇന്നലെ 2 ദിവസം മുമ്പേ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിപ്പുളർന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ടു എന്ന് ജഗതി പറയില്ലേ എന്ന് പറഞ്ഞ പോലെ കെട്ടിപ്പുളർന്ന് മച്ചാനായിട്ട് നടക്കും. 2 ആഴ്ച മുമ്പേ പാർലമെൻറ്റിൽ ജന്മശത്രു, നിന്നെ ഞാൻ കുത്തുവടാ വെട്ടുവടാ അങ്ങനെയൊന്നും പറഞ്ഞില്ലേലും
ആ ഒരു ടോണായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓ എന്താ ഒരു സ്നേഹം. ഓ, സമ്മതിക്കണം സമ്മതിക്കണം മോനെ, സമ്മതിക്കണം. ഇപ്പം ഇത് കണ്ട് മനസ്സിലായിക്കോണം. ഞാൻ മറ്റേ നരേന്ദ്രമോദി സാറിൻ്റെ കേസ് പകുതി പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. നരേന്ദ്രമോദി സാർ അങ്ങനെ ചോദിച്ചു. പ്രധാനമന്ത്രി അല്ലായിരുന്നപ്പോൾ നരേന്ദ്രമോദി സാറ് കേന്ദ്ര സർക്കാർ, ആ സമയത്തെ കേന്ദ്ര സർക്കാരായ കോൺഗ്രസിനെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അത് തന്നെ പുള്ളിക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ അത് അത്രയ്ക്കും ഒരു പവറിലല്ല കിട്ടുന്നത്. കാരണം വെട്ടിത്തുറന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും പേടിയാണ് എന്നാണ് ഞാൻ പറയുന്നില്ല കേട്ടോ. വെളിയിൽ ആൾക്കാർ സംസാരിക്കുന്നത്, നിങ്ങൾ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ ED വരും, FD വരും എന്നൊക്കെ പറയുന്ന പോലെ മറ്റേ എമ്പുരാനിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് കൊള്ളില്ല, ഇത് അഴിമതിയാണ്, ഇത് കടൽ കൊള്ളയാണ് എന്നൊക്കെയാണ് പണ്ടത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് തന്നെ പണ്ട് പറഞ്ഞ ഒരു കാര്യമാണത്. പക്ഷെ ഇപ്പോൾ അവരാണ് അത് കണ്ട എന്ന് പറഞ്ഞ് അവരാണ് നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. അവരാണ് നടത്തി കാണിച്ചിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ നാട്ടുകാർ കാണുന്നുണ്ട്. നാട്ടുകാരിതൊക്കെ കണ്ടിട്ട് നമ്മൾ വേണ്ട രീതിയിലൊക്കെ പ്രതികരിക്കും. ചില ആൾക്കാരെങ്കിലൊക്കെ പ്രതികരിക്കുമെന്ന് വെച്ചോളൂ. എല്ലാവരും പ്രതികരിച്ചില്ലേലും ചിലരൊക്കെ പ്രതികരിക്കും. ആണേലും രാജീവ് ചന്ദ്രശേഖർ കാരണം അടുത്ത ഇലക്ഷനിൽ BJPക്ക് ഒരുപാട് സീറ്റുകൾ കേരളത്തിൽ നേടാൻ പറ്റട്ടെ എന്നുള്ള ആശംസകൾ നേരിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്താ ഇത്? അറ്റൻഷൻ സീക്കിങ് ഒരു ഭയങ്കര സംഭവം തന്നെ അല്ലേ?